ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ഓണം ആഘോഷിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിൽ ഇറങ്ങാഞ്ഞതുമൂലം നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാമെന്ന പ്രതീക്ഷയോടെയാണ് പലരും ബീച്ചിലെത്തിയത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന കടൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് 1 മാസത്തിനുള്ളിൽ തകർന്നിരുന്നു. പിന്നീട് കരക്കെത്തിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിലിറക്കാൻ കഴിഞ്ഞതുമില്ല. 100 മീറ്റർ നീളമുള്ള ഫ്ലോട്ടിംഗ് പാലത്തിൽ കയറുന്നതും തിരമാലകൾ വരുമ്പോൾ അതോടൊപ്പം ഒഴുകുന്നതും വിനോദസഞ്ചാരികൾക്ക് ഏറെ കൗതുകകരമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 1 മന്ത്രി PM മുഹമ്മദ് റിയാസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. തീരദേശ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കൗൺസിൽ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം ബീച്ച് ബ്രദേഴ്സ് ചാവക്കാട് എന്ന സ്വകാര്യ കമ്പനിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിന് 80 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. ഒരേ സമയം 100 പേർക്ക് പാലത്തിൽ പ്രവേശിക്കാവുന്ന തരത്തിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ രൂപകൽപ്പന. ഒരാൾക്ക് 120 രൂപയായിരുന്നു പ്രവേശന ഫീസ് ഉണ്ടായിരുന്നത്.